ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. തുടർ തോൽവികൾക്ക് ശേഷം പ്ലേ ഓഫ് പടിവാതിൽക്കൽ ചെന്നൈ സൂപ്പർ കിങ്സ്. കരുത്തരുടെ പോരാട്ടത്തിൽ സീസണിലെ അവസാന ഹോം മത്സരത്തിൽ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ത്രില്ലിംഗ് വിജയം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയെടുത്തിട്ടുള്ളത്. 10 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിനായിരുന്നു ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ സംഘം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയതും ഒപ്പം പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് കൂടുതൽ കരുത്ത് കൂട്ടിയതും. നമുക്കറിയാം, ടോസ് ഭാഗ്യം തുണച്ചിട്ടും തകരാൻ തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ വിധി. പൊതുവെ ലോ സ്കോറിംഗ് പിച്ചായിട്ടുള്ള ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ടോസ് നേടിയിട്ടും ബാറ്റിംഗ് തിരഞ്ഞെടുത്ത സഞ്ജു സാംസന്റെ തീരുമാനം തുടക്കം മുതൽ തന്നെ ഒരു തെറ്റായ തീരുമാനം തന്നെയായിരുന്നു എന്നൊരു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബൗളർമാർ കാട്ടിത്തന്നത്. മികച്ച ബൗളർമാരില്ലാതെ ഇറങ്ങിയിട്ടും രാജസ്ഥാൻ റോയൽസിനെ പോലെ മാരക ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമിനെ ചെറിയ സ്കോറിൽ ഒതുക്കിയ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബൗളർമാർ തന്നെയാണ് ശരിക്കും ഇന്നത്തെ മത്സരത്തിലെ വിജയശില്പികൾ. 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 141 റൺസ് എടുത്ത രാജസ്ഥാൻ റോയൽസിനെതിരെ 18.2 ഓവറിലായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ച് കയറിയത്. നേരത്തെ പറഞ്ഞതുപോലെ ടോസ് ഭാഗ്യം തുണച്ചിട്ടും പൊതുവെ ലോ സ്കോറിംഗ് പിച്ചായിട്ടുള്ള ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത സഞ്ജു സാംസന്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പവർ പ്ലേ മാസ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള നമുക്കറിയാം, രാജസ്ഥാൻ റോയൽസിൻ്റെ കരുത്തുറ്റ ബാറ്റിംഗ് നിര റൺസ് കണ്ടെത്താൻ നന്നേ വിഷമിക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു ഇന്ന് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കണ്ടത്. വമ്പനടിക്കാരായിട്ടുള്ള യശസ്വി ജയ്സ്വാളും ജോസ് ബട്ട്ലറും സഞ്ജു സാംസണും ഒക്കെ അടക്കമുള്ളവർ റൺസ് കണ്ടെത്താൻ വിഷമിച്ചപ്പോൾ അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച റിയാൻ പരാഗിൻ്റെയും ധ്രുവ് ജൂറലിൻ്റെയും മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ 140 വരെയെങ്കിലും കൊണ്ടെത്തിച്ചത്. രാജസ്ഥാന് വേണ്ടി 35 പന്തിൽ 47 റൺസാണ് റിയാൻ പരാഗ് നേടിയത്. ധ്രുവ് ജൂറൽ 28ഉം യശസ്വി ജയ്സ്വാൾ 24 റൺസും നേടിയിട്ടുണ്ട്. ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർ പൊതുവെ റൺസ് കണ്ടെത്താൻ നന്നേ വിഷമിച്ച ഒരു പിച്ച് തന്നെയായിരുന്നു. ഇപ്പോൾ രാജസ്ഥാൻ്റെ ബാറ്റർമാർ മാത്രമല്ല, ചേസിങ്ങിന് ഇറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റർമാരും നന്നേ റൺസ് കണ്ടെത്താൻ വിഷമിച്ച ഒരു പിച്ച് തന്നെയായിരുന്നു ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലേത്. സോ അങ്ങനെ ഒരു പിച്ചിൽ ഒരു അവസാന ഹോം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അങ്ങനെ വിജയം മാത്രമല്ല പ്ലേ ഓഫിലേക്ക് ഒരു ചുവട് കൂടി ഉറപ്പിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ചെന്നൈ ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയതോടുകൂടി RCBയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. നിലവിൽ പോയിൻ്റ് ടേബിളിൽ 13 മത്സരങ്ങളിൽ 14 പോയിൻ്റുള്ള മികച്ച നെറ്റ് റൺ റേറ്റുമായി 3ാം സ്ഥാനത്തേക്ക് ചെന്നൈ എത്തിയിട്ടുണ്ട്. ഒപ്പം പരാജയപ്പെട്ടെങ്കിൽ പോലും 12 മത്സരങ്ങളിൽ 16 പോയിൻ്റുള്ള രാജസ്ഥാൻ റോയൽസ് നേരത്തെ തന്നെ പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മത്സരത്തിൽ ആ ഒരു പരാജയം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് സീസണിൽ നമുക്കറിയാം, ടേബിൾ ടോപ്പേഴ്സിൽ ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്താൽ പ്ലേ ഓഫ് ഒക്കെ വരുമ്പോൾ ഒരു എക്സ്ട്രാ മത്സരം കൂടി കിട്ടും. സോ ആ ഒരു സ്ഥിതി കണക്കിലെടുത്ത് ടോപ്പ് 2-ൽ തന്നെ ഫിനിഷ് ചെയ്യാനുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ പദ്ധതികൾക്ക് അല്പം മങ്ങലേറ്റിട്ടുണ്ട് ഇന്നത്തെ ചെന്നൈക്കെതിരെ ആ ഒരു പരാജയം. പക്ഷേ സേഫ് തന്നെയാണ്. ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്താൽ നമുക്കറിയാം ഒരു എക്സ്ട്രാ ചാൻസ് കൂടി എലിമിനേറ്ററിൽ കിട്ടും. സോ ചെന്നൈക്ക് വേണ്ടി നിലയുറപ്പിച്ച് കളിച്ച ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റൻ ഇന്നിങ്സ് എടുത്ത് പറയേണ്ട പ്രകടനം തന്നെയാണ്. 41 മുതൽ 42 റൺസ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ലോ സ്കോറിംഗ് പിച്ചിൽ അതും രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർ നേരിട്ട് അതേ വിഷമം അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടം തന്നെയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റർമാർ ബാറ്റ് ചെയ്യാൻ എത്തിയപ്പോഴും ചെപ്പോക്കിൽ കണ്ടത്. സോ അങ്ങനെ ഒരു പിച്ചിൽ വളരെ ക്ലാസിക്കൽ ഷോട്ടുകളുമായി വളരെ മികച്ച രീതിയിൽ തന്നെ ഇന്നിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും ടീമിൻ്റെ വിജയത്തിൽ അടിത്തറ പാകുകയും ചെയ്ത ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ആ ഒരു ഇന്നിങ്സ് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ രജിൻ രവീന്ദ്രൻ 27ഉം ഡാരിൽ മിച്ചൽ 22 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. RRന് വേണ്ടി അശ്വിൻ 2ഉം നാന്ദ്ര ബർഗർ, യുസ്വേന്ദ്ര ചഹൽ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.